ഹായ്, ഞാൻ നിമിഷ. എല്ലാവർക്കും രാധേഷ് മ്യൂറലിലേക്ക് സ്വാഗതം. വിഷിംഗ് യു ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് നമ്മൾ കിരീടത്തിൻ്റെ ഷെയ്ഡിംഗ് ആണ് പഠിക്കുന്നത്. നാഗപടവും അതേപോലെ മകുടം, പ്രഭാമണ്ഡലമൊക്കെ. ഇവിടെ നാഗപടത്തിൽ സെയിം കളറാണ്, അവിടെ നമ്മൾ കളർ ചേഞ്ച് കൊടുക്കുന്നില്ല. പക്ഷേ മകുടവും പ്രഭാമണ്ഡലത്തിലും ഡിഫറെൻറ്റ് കളർ ഷെയ്ഡിങ്, അതേപോലെ തന്നെ ആയുധങ്ങളിലും. എപ്പോഴും നമ്മൾ കിരീടം ചെയ്യുമ്പോൾ അർദ്ധനാരീശ്വരനിൽ നാഗപടത്തിൻ്റെ ഏരിയയിൽ കളർ ചേഞ്ച് ഇല്ല. ഇനി നമുക്ക് ശിവഭഗവാന്റെ പ്രഭാമണ്ഡലം അതേപോലെ മകുടം, ആയുധം എങ്ങനെ കളർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഭഗവാന്റെ സൈഡിലുള്ള കളർ ഷെയ്ഡിങ്ങിന് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് മ്യൂറൽ റെഡാണ്, പെർമനൻ്റ് യെല്ലോ ഓക്കർ, വെർമില്യൻ ഹ്യൂവിൻ്റെ കോമ്പിനേഷൻ. ഇതല്ലാതെ വേറെ ഒരു മെത്തേഡ് കൂടിയുണ്ട് സ്കാർലറ്റ് ലീക്ക് യൂസ് ചെയ്തിട്ട്. ഞാൻ ഈ സ്കാർലറ്റ് ലീക്ക് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ എപ്പോഴും മ്യൂറൽ റെഡ് ഓൾറെഡി കാണിച്ചു തന്ന ആ കോമ്പിനേഷനിൽ തന്നെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി ആദ്യം മ്യൂറൽ റെഡ് മിക്സ് ചെയ്യണില്ല, കാരണം ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡിങ്ങിന് വേണ്ടി മിക്സ് ചെയ്ത് വെച്ച മ്യൂറൽ റെഡ് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഒന്നും കൂടി അതിൻ്റെ കളർ കോമ്പിനേഷൻ പറഞ്ഞു തരാം, അതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന്. 1 ഡ്രോപ്പ് പെർമനൻ്റ് യെല്ലോ, 1 ഡ്രോപ്പ് യെല്ലോ ഓക്കർ, അത് രണ്ടെണ്ണത്തിൻ്റെയും 25% വെർമില്യൻ ഹ്യൂ എടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്കൊരു 50 ഡ്രോപ്സ് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഡയലൂട്ട് ചെയ്തെടുക്കണം. അതാണ് അതിൻ്റെ കളർ കോമ്പിനേഷൻ. ഇനി ഷെയ്ഡിങ് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓർണമെൻറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെ ആദ്യം നമ്മൾ എഡ്ജസിലെല്ലാം ഡാർക്ക് കളറായിട്ട് പെയിൻറ്റ് ചെയ്യുക. അതിനുശേഷം ബ്രഷ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു തുണിയിൽ തുടച്ചെടുക്കുക. ചെറിയൊരു നനവുണ്ടാവും അതിൽ. ആ നനവോട് കൂടി തന്നെ സൈഡിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഒരു 3D എഫക്റ്റ് കിട്ടും. ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഒരു 2-3 പ്രാവശ്യമായിട്ട് ഷെയ്ഡ് ചെയ്യുക. ഓരോ പ്രാവശ്യവും നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം ഷെയ്ഡ് ചെയ്യാൻ. അപ്പോൾ 2-3 പ്രാവശ്യം ഷെയ്ഡ് ചെയ്യുമ്പം പിക്ചറിൽ നല്ല ഒരു ഷെയ്ഡിങ് എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും. സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് നമ്മൾ ത്രിശൂലും അതേപോലെ തന്നെ അങ്കുശവും കളർ ചെയ്ത് ഷെയ്ഡ് ചെയ്തെടുക്കാൻ പോണത്. നമുക്ക് ഇനി പാർവതി ദേവിയുടെ കിരീടം എങ്ങനെ ഷെയ്ഡ് ചെയ്യാമെന്ന് നോക്കാം. അതേപോലെ തന്നെ നാഗപടവും. ആക്ച്വലി ഇതായിരുന്നു ഞാൻ ഫസ്റ്റ് കളർ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിന് ശേഷമാണ് ശിവഭഗവാന്റെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പാർവതി ദേവിയുടെ കിരീടത്തിന് കളറിങ് ചെയ്യുന്നത് നമ്മൾ വന്നിട്ട് ഓർണമെന്റ് കളർ തന്നെയാണ്. വേണമെങ്കിൽ ഒന്നും കൂടി കളർ ഷെയ്ഡിങ് ഞാൻ പറഞ്ഞു തരാം. 1 ഡ്രോപ്പ് യെല്ലോ ഓക്കർ, 80% വെർമില്യൻ ഹ്യൂ, ഒരു ബ്രഷിൻ്റെ ടിപ്പിൽ ഒരു ലേശം സാപ്പ് ഗ്രീനും കൂടി മിക്സ് ചെയ്ത കളർ കോമ്പിനേഷനാണ് ഈ ഓർണമെൻ്റ് കളറ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ നാഗപടത്തിലും അതേപോലെ തന്നെ പാർവതി ദേവിയുടെ കിരീടത്തിലും ഷെയ്ഡ് ചെയ്യാൻ പോണത്. അതേപോലെ ഷെയ്ഡിങ് ഡീറ്റെയിൽസ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓൾറെഡി നമ്മൾ ഓർണമെൻറ്റ്സിലും ശിവഭഗവാന്റെ കിരീടത്തിലും ഒക്കെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ ഷെയ്ഡിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ബ്രഷ് വന്നിട്ട് 000 ബ്രഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് ഫുൾ കിരീടവും ഷെയ്ഡ് ചെയ്ത് എടുക്കണം. ഇവിടെ ഈ നാഗപടത്തിൻ്റെ ഭാഗത്തൊക്കെ വൈറ്റ് കളറ് കുറച്ച് വിട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് സ്റ്റോണിൻ്റെ കളർ കോമ്പിനേഷൻ കൊടുക്കാം, സ്റ്റോൺ ആയിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ സെയിം കളർ കോമ്പിനേഷൻ തന്നെ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. നടുവിൽ മാത്രം ഒരു പാർട്ട് വൈറ്റ് പാൻറ്റിനായിട്ട് നമുക്ക് വിട്ടാൽ മതി. ഇതേപോലെ തന്നെ കിരീടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കളറൊന്നും ചെയ്യാതെ അങ്ങനെ വിട്ടിട്ടുണ്ട്. അവിടെ ബ്രൗൺ കളറും വൈറ്റിൻ്റെയും കോമ്പിനേഷനാണ് വരിക. നമ്മൾ സ്കന്ധമാലയ്ക്കും
അതേ കളർ കോമ്പിനേഷനാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഞാനത് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. ഇതേപോലെ ഇത് ഫുൾ ഏരിയയും കളർ ചെയ്ത് എടുക്കണം. ഈ ഓർണമെൻറ്റ് കളറും അതേപോലെ കിരീടത്തിൻ്റെ കളറിങ്ങും നമുക്ക് ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ അത് ബിഗിനേഴ്സിന് ഒരു കൺഫ്യൂഷൻ വരണ്ടെന്ന് പറഞ്ഞിട്ടാണ് 2 ഡിഫറെൻറ്റ് പാർട്ടായിട്ട് ചെയ്തത്. ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര വണ്ടിയുടെ സൗണ്ട് ഉണ്ടാവും, സോറി ഫോർ ദാറ്റ്. അത് വീടിൻ്റെ അടുത്ത് ഒരു NH റോഡ് പാസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ഡിസ്റ്റർബൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.